എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് വലിയൊരു വീട്ടിലാണ്, മോളൂൻ്റെ അടുത്താണ്. ഇന്ന് ഇവിടുത്തെ വിശേഷമാണ് കേട്ടോ അമ്മയുടെ. അവിടെ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അപ്പോഴേ അഗസ്ത്യച്ചീര മോള് പൊട്ടിച്ച് കറി വെച്ചില്ലേ. അപ്പൊ മോളന്ന് ഇലയൊന്നും ഇട്ടുണ്ടായില്ലല്ലോ. ഇപ്പൊ സുജമോള് കൊണ്ടുപോയി ഇപ്പൊ പറയണ എല്ലാം ഭയങ്കര ടേസ്റ്റമ്മ, ഇല കുറച്ചിട്ട് വെച്ചോന്ന്. ഇന്നലെ നോക്കിയേ എന്താ നിറയുണ്ടായിട്ടാ. കൊറേ വിചാരിച്ചേനാ മോള് ഇങ്ങനെ പൊട്ടിച്ച് തന്നു. മോള് മുട്ടയിട്ടിട്ടല്ല വെച്ചേ, ഞാൻ വെറുതെ തേങ്ങ ചിരകിയിട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ, നല്ല രസമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അതാണ് വെക്കുന്നത് കേട്ടാ. അപ്പോൾ നിങ്ങളെ അങ്ങനെ വെച്ച് കാണിച്ചു തന്നിട്ടില്ലല്ലോ. നല്ല സൂപ്പർ സാധനം കേട്ടത്. പക്ഷെ ഭയങ്കര ഹൈറ്റ് പോയി. ഇനിയുണ്ട് കേട്ടാ മുട്ട്, നിറയെ മുട്ട. അത് മുട്ട് കാണിച്ചു കൊടുക്കുന്നേ കണ്ട, അതേ മുട്ട് വരുന്നുണ്ട. നമുക്ക് സുഖമായിട്ട് കറി വയ്ക്കാൻ കണ്ടാ നിറയുണ്ട്. ഈ പരിവാണ് ഏറ്റവും നല്ലത്. അത് ഇത്തിരി ചെറുതാ, അതൊക്കെ നാളേക്ക് ആവുള്ളൂ. അപ്പം അങ്ങനെ പൊട്ടിച്ച് നിറച്ചെടുക്കാം നമുക്ക്. ഒരു പേർക്ക് ഇഷ്ടം പോലെ എന്തോരം നിൽക്കണമെന്നാ. അപ്പോഴേ നമ്മളിതേ ഒക്കെ പൊട്ടിച്ചു, കുറേ പൊട്ടിച്ചു. ഒക്കെയൊന്നും ഇല്ല കേട്ടാ, കുറച്ച് എന്നാലും വേണ്ടത് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചീരയൊക്കെ നടാണെന്ന് വിചാരിച്ചാൽ ഇതിന് അത്യാവശ്യം സ്ഥലം വേണം കേട്ടാ. സ്ഥലം ഉണ്ടെങ്കിലാണ് നടാൻ പറ്റുള്ളൂ. കുറച്ച് ഇല അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഒടിഞ്ഞു പോകുന്നതാ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, സുജമോള് പറഞ്ഞു ഇല നല്ലതാണ്. അപ്പം ഇല അടക്കം നമ്മൾ തോരൻ വയ്ക്കിന്. അപ്പം അത് നമുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടാ. ഒരു പ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇനി മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ ഇതിങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റും കേട്ടോ അത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ പറ്റി. കേട്ടാ കുറേ ഉണ്ട് കേട്ടാ. അപ്പോഴേ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി ഇതിൻ്റെ ഉള്ളിൽ കഴുകി വെളുപ്പാക്കുമ്പോൾ ഉള്ളിലത്തേക്ക് കളയിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് അമ്മ. പക്ഷെ ഞെട്ടും കൂടി എടുത്തോട്ടെ, ആ വാഴ മാത്രം കളഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കണവേൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലേ, കണവ മീൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ടാവണ പോലെ തോന്നില്ല നമുക്കത്. വേണ്ട, കണവ മീൻ്റെ ഉള്ളിൽ നമ്മൾ പൊളിച്ചെടുക്കില്ലേ ഒരു സാധനം ഉണ്ട്. ഇത് ഭയങ്കര കട്ടിയതിന്, ഇത് അത്ര നല്ലതല്ല. ഇങ്ങനെ അത് കളഞ്ഞില്ലെങ്കിൽ ഇത് മാത്രം കളഞ്ഞാൽ മതി എന്ന് പറയാ. ഈ പൂവില്ലേ, പൂമ്പൊടി അതാണ് കഴിക്കണേന്ന്. പക്ഷെ അതൊന്നും കളയണ്ടെന്ന് എല്ലാവരും പറയണേ. ഒന്നും കളയാതെ മുളക് അത് കൂട്ടിപ്പിടിച്ചായിരുന്നു എന്ന് പറഞ്ഞു ചേച്ചിമാര്. പിന്നെ ഇത് തൊടിക്കണ്ടത് ഇങ്ങനെ വലിച്ചിട്ടാ മതിന്ന്. മുരിങ്ങല വലിച്ചിടണോണേ, കത്തി തൊടിക്കണ്ട, ഇരുമ്പിന്റെ കത്തി. അത് തൊടിക്കില്ല, അതെന്തായാലും നല്ല സ്മൂത്തായി അലക്കി കണ്ട നല്ല രസം ഉണ്ടാവും. നോക്കി നോക്കാം അതിന്റെ രസം. ചേച്ചി പറഞ്ഞു രസം ഉണ്ടാവുന്നു. അപ്പൊ എന്തായാലും രസം ഉണ്ടാവും. നമ്മയുടെയാണ് അടുക്കളാട്ടാ. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാ. മോള് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ പണിക്കാരുണ്ട്, 5-6 അപ്പൊ അവർക്ക് ഈ കറി പറ്റില്ല, അവർക്ക് ഇത്തിരി കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഞാൻ കായും പയറുപ്പേരി വയ്ക്കാൻ ചോദിച്ചിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് അതിലേക്ക് പോവാം. നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ കേട്ടാ, ഇതിങ്ങനെ കൊലകൊലയായിട്ടാണ് ഉണ്ടാവുന്നത്. നിറയെ വലിയ വലിയ കൊലകൾ ഉണ്ടാവും. ഇത് ഈ ലെവലിൽ ഞാൻ വേറെ ഏതോ ഒരു പൂ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചോപ്പ നമ്മുടെ മല്ലിവാടില്ലേ, മല്ലിവാട്, അതിന്റെ പൂ ഇങ്ങനെയാ തോന്നുന്നു. അതിന്റെ പൂ ഇങ്ങനെയാവില്ല, ഒരു അതിൽ മാത്രം വെള്ളമായിട്ട് വരുന്ന മല്ലി ചെടിയുടെ വലിയ മല്ലിവാട്, പട്ട പോലത്തെ വാള്. അതിന് പറഞ്ഞ അതിന്റെ ആ പൂവില് 5 ഇതൾ ഉണ്ടാവും. അതിലൊരു ഇതള് വെള്ള, ബാക്കിയുള്ള ഇതളൊക്കെ ചോപ്പ. ഇവിടെ വേലച്ചിന്റെ മൂലയിൽ നിന്നാവുന്ന ചെടിയില്ലാന്ന് പറയുന്നത്. അല്ല അതല്ലോ, അതിന്റെ ഉള്ളിലത്തെ ആള് കൊടുത്തൊരു ചെടി ഉണ്ട്. അതിന്റെ ഉള്ളിൽ പൊട്ടിച്ച് നമ്മൾ തിന്നു. അതിന്റെ പൂവ് നമുക്ക് ഓർമ്മയില്ലേ? അതിന്റെ പൂവ് ഏതോ ഒരു പൂ കണ്ടിട്ട്. ഇതൊന്നും വാളരിങ്ങ പയറിന്റെയാണോ? ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇത്ര വലിയ അടിപൊളി പൂവാട്ടാ. പക്ഷെ ഇത് വിരിയുമ്പോ കാണാൻ നമ്മള് പ്രതീക്ഷിച്ചൊരു വരുമ്പോ ഇങ്ങനെ ഒരു കൊക്കിന് അറിയുന്നതിനൊക്കെ ഓർമ്മ ലഭിക്കാന്നാണോ മനസ്സിലാവും. പക്ഷെ ഇതിന്റെ കണ്ടാ മുട്ടുകൾ കണ്ടായോ, കൊറേ ഒടിച്ചുവേ, ഒടിഞ്ഞു പോകുന്നതാ. അപ്പൊ ചേച്ചിമാര് പറഞ്ഞു അത്ര ഹൈറ്റ് വേണ്ടല്ലോ. നമുക്കറിയില്ല, ഇത് നമ്മുടെ നാട്ടില് വിചാരിച്ചില്ല. മോളിക്കൊരു തൈ തന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് അല്ലായി പൊട്ടിച്ചു വെച്ചല്ലേ. പക്ഷെ അത് ഇപ്പോഴേക്കും പോയി. പക്ഷെ അല്ല വെക്കാം എന്ന് പറഞ്ഞു. ഇതേ വേണ്ട കുഞ്ഞെ മുട്ട കൊടുക്കില്ല, ഇതൊക്കെ വെക്കാലോ. ഉണ്ണിയെ കുഞ്ഞെ മുട്ടൊക്കെ ഇടാല്ലേ. അത് അരിഞ്ഞിടുമ്പോ കക്കിയാവുമ്പോ
കറിക്കാവോ മുട്ടിടുമ്പോ കറിക്കാവോ നോക്കാം. മുട്ടിന്റെ ഉള്ളിൽ ആ സാധനം ഉണ്ടാവും. അത് വന്നിണ്ടാവില്ല പൊടിക്കാന്ന് വിചാരിച്ചു പൊടിച്ചതൊന്നല്ല. പൂണ്ടായി കഴിഞ്ഞിട്ട് പൊടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിതൊന്ന് കഴുകി എടുക്കട്ടെ. ഇങ്ങനെ ഞാൻ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ നമ്മുടെ ലോകം നമ്മൾ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് കണ്ടതില്ലേ വീഡിയോടെ. നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോ ഇടുന്നത് വെറുതെ നിങ്ങളെ സമയം കറികൾ വെക്കുന്നത് ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അമ്മയുടെ റെസിപ്പികൾ നിങ്ങൾ കുറെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അതിനോട് കടയിലേക്ക് വരുന്നവരൊക്കെ പറയും അമ്മ വെക്കുന്ന കറികൾ വെക്കുക നല്ല സുഖാട്ടോ അമ്മ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തപ്പി നടക്കടല്ലോ ഒന്നും. അപ്പൊ പിന്നെ വേഗം വേഗം കിട്ടുന്നതാ. അപ്പൊ അത് വേഗം വേഗം വെക്കും. മോളായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ മാറ്റി മറിച്ചൊക്കെ ചെയ്യുമല്ലോ ചിലപ്പോ. എനിക്ക് അങ്ങനെ ഞാൻ തിരക്ക് പിടിച്ചതിന്റെ ഇടയിലാണ് ഓരോ ഇതും ചെയ്യുന്നത്. വീഡിയോ അങ്ങനെ എടുക്കണം അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും ഇല്ല. അപ്പൊ ക്യാമറ വെക്കും. ഞാൻ ഇത് ചീനി ചേച്ചാ അപ്പൊ കൊണ്ട് ക്യാമറ വെക്കും. അപ്പൊ അതൊരു ഇതായി അത് നിങ്ങളിലേക്ക് വരുന്നു കട്ടകളും. അപ്പൊ അതിൽ പല പാകതകളും പല കുറവുകളും ഉണ്ടാവും എനിക്കറിയാം. ഇത്തിരി നീറ്റ്നെസ് കുറവുണ്ടാവും. പിന്നെ നമ്മുടെ നീറ്റുള്ള സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. മോളോട് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഒന്ന് ശരിയാക്കി തന്നോളൂ. ആ കമന്റ് ഉണ്ടായിരുന്നു വെടുപ്പാക്കി കൂടെ ശ്രീ വെടുപ്പാക്കി കൊടുത്തൂടെ. അത്ര ആൾക്കാരല്ല. ഞാൻ എല്ലാവരും വരുമ്പോ അമ്മയുടെ അടുക്കള എവിടെ ഒന്ന് കാണട്ടെ. ഞാൻ പറയാം അത്ര നീറ്റൊന്നും അല്ലാട്ടാന്ന് പറയുന്നത്. നമുക്ക് കൊണ്ട് കാണിക്കുമ്പോഴേ ഒരു വിഷമം. അപ്പൊ അത് കുഴപ്പമില്ല അമ്മ ഞങ്ങൾ കാണുന്നതല്ലേ. അപ്പൊ ഞങ്ങൾക്കൊന്ന് കാണാൻ അമ്മ എവിടെ നിന്ന് കുക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ഞാൻ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കും. അല്ലാണ്ട് ഇപ്പൊ കടിച്ചേരിയാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല അമ്മ ഇങ്ങനെയെങ്കിലും വീഡിയോ ഇട്ടാലും ഞങ്ങൾ കാണുന്നവര് കുറെ ആൾക്കാരുണ്ട് കാണുന്നു പറയും. അപ്പൊ ഇതൊന്ന് കഴുകിയെടുക്കാം. കാലത്ത് ഞാൻ അതൊക്കെ കഴുകിയെടുത്തുകൊണ്ട് വെച്ചു. അപ്പൊ ഞാൻ അതൊക്കെ പിന്നെ നോക്കാം. നമുക്കുള്ളതല്ലേ പണിക്കാർക്ക് ഇത് ഉണ്ടാവില്ലേ അതാണ്. അപ്പൊ ഞാൻ കായും പയറെടുത്തിട്ട് ഉപ്പേരി വെക്കട്ടെ. അതിന് മൂക്കാത്ത മൂപ്പ് കുറഞ്ഞ കായ എന്നല്ല മൂക്കടരിക്ക് വെട്ടിയോണ്ട് പോണതേ. പണി അച്ഛൻ ഉൾപ്പെടെ കേട്ടാ അവരുടെ കൂടെ. അപ്പൊ അവരഞ്ചാളുണ്ടെന്നാ പറഞ്ഞേ. രമേശേട്ടൻ, പത്മനാഭേട്ടൻ, ബിജുവേട്ടൻ, പിന്നെ ബാബുവേട്ടൻ, അച്ഛൻ അങ്ങനെയാണോ? ഒരാൾ കൂടുതലുണ്ടാവും പറയുന്നതാണല്ലോ രമേശേട്ടൻ. അപ്പൊ രമണേട്ടനാവും അല്ലെങ്കിൽ അപ്പച്ചേട്ടൻ. ഇതങ്ങനെ നന്നാക്കി മൂപ്പ് കുറഞ്ഞ കായത് എനിക്കിഷ്ടാട്ടാ. ഈ നേന്ത്രക്കായ നല്ല മൂപ്പ് കുറഞ്ഞിട്ടേ. ഞാൻ അവിടെ മൂത്തതുണ്ടെങ്കിലും മൂപ്പ് കുറഞ്ഞതെടുക്കും. മൂപ്പ് കുറഞ്ഞ കായ കറി വയ്ക്കുമ്പോൾ മൂത്ത കായ വയ്ക്കുന്ന പോലെ അല്ല, വേറെ ടേസ്റ്റാണ് അതിന്. അതിൻ്റെ തൊലിയും ഒക്കെ കൂടി വരുമ്പോഴേ എനിക്കത് നേന്ത്രക്കായ എനിക്ക് കറി വയ്ക്കുന്നത് അത്രയ്ക്കും ഇഷ്ടമുള്ള ആളല്ല ഞാൻ. എല്ലാവരും പറയും നേന്ത്രക്കായ ഞങ്ങളുടെ പിള്ളേർക്ക് അതെ കടയിലത്തെ പിള്ളേർക്ക്. അപ്പൊ ഞാൻ ചേച്ചി മൂപ്പ് കുറഞ്ഞ കായ എടുത്തിട്ട് കുറച്ച് പയറിട്ടിട്ട് പയറുണ്ടാവുമല്ലോ. പയർ നമ്മള് ഉണക്കി ഇഷ്ടം പോലെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ചുവപ്പ പയർ വരുന്നതൊക്കെ ഞാൻ ഉണക്കി വയ്ക്കും. കളയില്ല ഞാൻ കുറെ അവിടെ വെയിട്ടിട്ടപ്പോ നോക്കണേ. ഞാൻ 2 ദിവസമായി കടയിലേക്ക് പോയിട്ട് മോളുടെ അടുത്ത് വന്നപ്പോൾ 2 ദിവസം കൂടെ നിൽക്കാം എന്നീ കടയും കാര്യങ്ങളും അല്ലേ. അപ്പൊ എനിക്ക് ഇത്തിരി ബോറടിച്ച പോലെ തോന്നിയപ്പോ ഞാൻ 2 ദിവസം കൂടെ നിന്നതാ മോളുടെ അടുത്ത്. അപ്പൊ മക്കളുടെ അടുത്ത് വന്നാ പോകുമ്പോ ഭയങ്കര വിഷമം. അപ്പോ 2 ദിവസത്തേക്ക് പിന്നെ ഒരു മൂടോപ്പാ. പിന്നെ തയ്ച്ച ഇറങ്ങിയിട്ട് പിന്നെ തയ്ച്ച വരൂട്ടാ. ഇനി ഇവിടുന്ന് പോന്നാ പോയി കഴിഞ്ഞ സുജമോടെത്തി. ഇപ്പൊ എന്താ എനിക്കറിയില്ല. ഇപ്പൊ പിള്ളേർക്ക് നിൽക്കാനാണ് ഇഷ്ടമുള്ളൂ. മണ്ണവട്ടയിൽ നിൽക്കാൻ 2 ദിവസം നിന്ന് സെറ്റായ പിന്നെ കുഴപ്പമില്ല. പിന്നെ ആണ് പോണമെന്നൊന്നും തോന്നില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഏകാന്തത തോന്നും. അച്ഛനും ഞാൻ മാത്രമാകുമ്പോഴേ. മറ്റേതാകുമ്പോൾ കുട്ടികളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയല്ലോ. വൈകുന്നേരം ഉറങ്ങണവരെ 10 മണി 11 മണിക്ക് ഉറങ്ങുമ്പോൾ അതുവരെ അവിടെ ആയാലും അതെ 5 മോന് ഒരു 9 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഇവിടെ ആയാലും അതെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കും. അച്ഛനങ്ങനെ വർത്താനം കടയിൽ എൻ്റെ പിള്ളേരുടെ കൂടെ ഇരുന്ന് മാത്രമേ ഞാൻ ചോറിനുള്ള ഒറ്റയ്ക്ക് ഇരുന്നു. അവരെന്തോരം വൈകി വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഇരുന്നുള്ളൂ. വിന്തേച്ചി ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഇഷ്ടം അവിടെ. പിന്നെ തിരക്കുണ്ടെങ്കിൽ ഞാൻ പറയും പകുതി കഴിച്ചിട്ട് പകുതി ആൾക്കാർ പൊക്കോ, പകുതി പിന്നെ നമുക്ക് പകുതി ആൾക്കാർക്ക് പിന്നെ ഇരിക്കാൻ പറയും. അപ്പോൾ അമ്മ ഇപ്പോഴും ഞാൻ പറയും എൻ്റെ അമ്മയുടെ എല്ലാ ശീലങ്ങളും ഉള്ള ആളാണ് എൻ്റെ ചേച്ചി.
ഒക്കെ മാത്രം പഠിച്ച് വന്നിരിക്കുക. അമ്മ എന്ന് പറഞ്ഞ ആൾക്ക് അത്രയും പ്രിയപ്പെട്ടതുമായിരുന്നു കേട്ടാ, ഭയങ്കര പ്രിയപ്പെട്ടതാ. ഇപ്പോഴും അമ്മേനെ പറ്റി ആലോചിച്ചാൽ ആദ്യം സങ്കടം വരെ എൻ്റെ ചേച്ചിക്ക് അതെനിക്ക് തോന്നാറുണ്ട്. കാരണം അമ്മ പോയതിന് ശേഷം ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്ന് 2 പിള്ളേരെയും ഒരു മുഴുവൻ മദ്യപാനിയായ എൻ്റെ കുഞ്ഞാട്ടിൻ്റെയും മുന്നിലാളിങ്ങനെ പകച്ചു നിന്നു. ആ നിമിഷം പകച്ചു നിൽക്കല്ല, വീണു. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഈ പറയുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പലപ്പെട്ട എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോകളിലും കാണാം. ഇപ്പം അങ്ങനെയൊന്നല്ല. കാലം അതൊക്കെ ദൈവം, എൻ്റെ അമ്മയുടെ ആത്മാവിനാണ് അത്. ആത്മാവുണ്ടെങ്കിൽ ആത്മാവും അത് കാണണ്ടാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞാട്ടൻ ഒരുപാട് നല്ലതായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ മനസ്സമാധാനം അതാണ്. എൻ്റെ കുഞ്ഞാട്ടൻ കുടിയൊക്കെ നിർത്തി. ഞാൻ എപ്പോഴും ദൈവത്തിനോട് അതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ആങ്ങളമാരൊക്കെയാണ് കേട്ടോ അതിന് മുൻകൈ എടുത്തത്. മദ്യപാനം എങ്ങനെ നിർത്തിയത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കില്ലേ? അതിൻ്റെ മെയിനായിട്ട് നമ്മൾ കുറേ എൻ്റെ അമ്മയുള്ള കാലത്ത് തന്നെ അവിടേക്ക് ഇവിടേക്കൊക്കെ കൊണ്ടുപോയി. അതൊന്നും ശരിയായില്ല. അമ്മ മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ആങ്ങളമാർ 3 ആങ്ങളമാരുണ്ട്. എൻ്റെ കണ്ണൻ, അപ്പു, ഉണ്ണി. അവർക്കൊരു പെങ്ങളാണുള്ളത്. അപ്പോൾ ആ പെങ്ങളുടെ വേദന കണ്ട് അവർ മടുത്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും മടുക്കാനില്ല. അപ്പം എൻ്റെ കുഞ്ഞേട്ടനെ അവർ കൊണ്ടുപോയി മാറ്റിയതാ. ഇവിടെ ഒന്നല്ല, ഒരുപാട് വഴിയകലെയാ. അതൊക്കെ കുഞ്ഞേട്ടനോട് ചോദിക്കണം. ഞാൻ പോയിട്ടില്ല. ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാള് കാണിച്ചു തരാം. ഞാൻ കുഞ്ഞേട്ടൻ കൂടി നിർത്തിയ സ്ഥലം ഒരു ദിവസം കൊണ്ടുപോയി കാണിച്ചു തരാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ടും പിന്നെ അവിടെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് വിഷമാവും. അതുകൊണ്ടൊക്കെയാ കൊണ്ടുപോകാത്തതാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കണ്ണനും ഉണ്ണിക്കും അപ്പൂനൊക്കെ അയ്യോ അവരോട് ആ കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും ഒരു നല്ലതാട്ടാ. അവരുടെ പെങ്ങളെ കാട്ടിലും എന്നെ ചേച്ചിനെ കാട്ടിലും അതേപോലെ തന്നെ എന്ന് പറഞ്ഞ പോലെ എന്നെ അവർ സ്നേഹിക്കുന്ന ഒരാൾക്കാരാണ്. എനിക്ക് 3 ആങ്ങളമാര് പോലെ തന്നെയാണ് അവര്. അങ്ങനെ ഒക്കെ പറയണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെതായ അത്രയും സ്നേഹവും വാത്സല്യം നമുക്ക് അവരോടും അവർക്ക് നമ്മളോടും ഉണ്ടാവണ്ടേ. മണിയെ ചെറിയൊരു വയ്യായ പോലെ. ആ പിന്നെ സൈലൻ്റാണ് ഇത്തിരി. കരി വന്ന് ഇരിക്കുന്നുണ്ട. കരി തന്നെ ശരിക്ക് കരി എന്നാണ് ആളെ എൻ്റെ മോള് വിളിക്കുക. കരിക്ക് ഇപ്പൊ ഇത്തിരി ഇതായി തുടങ്ങിയില്ലുണ്ണിയേ. ആ അല്ലെങ്കിൽ വസ്തിക്ക് വലിയ ആള് 2.0 അവിടെ അടുത്ത ആള് 2.0 എന്ന് പറയുന്നത് മണിയുടെ ആദ്യത്തെ ഉണ്ണീറ്റാ. പിന്നെ കരി പിന്നത്തെ ഉണ്ണി. ഇനി അടുത്തൊരു ഉണ്ണി വരുന്നുണ്ട്. വർഗം വരല കൊണ്ടുവന്നിട്ടില്ല ആള്. റിലീസ് ചെയ്തിട്ടില്ല ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മാവ് ഭാഗം വെപ്പ് കഴിഞ്ഞു എല്ലാവർക്കും. നിർബന്ധമായ സ്വീകരിക്കണം. അത് നല്ല ഭാഗമായാലും പൊട്ട ഭാഗമായാലും കൊളായാലും മലയായാലും അത് സ്വീകരിക്കുക. കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാൻ ഇത്തിരി ഇഷ്ടക്കുറവുള്ള ആളാ. കാലത്ത് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കടയിലിരുന്ന് കഞ്ഞിയില്ലേ വെള്ളം പോലെ 2 വറ്റിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം വയ്ക്കും, കുറച്ച് ഉപ്പേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയല്ല നമ്മളുടെ പുട്ടുപ്പുമാവ് കഴിക്കില്ല കേട്ടാ. ഉപ്പുമാവ് നമ്മൾ സാധാ പൊടിയോടൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ. പറയുന്നു ഉണ്ടെങ്കിലും കളയണ്ടല്ലോ. അപ്പം ഉണ്ടാക്കി കഴിക്കാം. ഇന്നലത്തെ പയറുപ്പേരി, നാടൻ പയറുപ്പേരി. നമുക്ക് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഉപ്പേരിയിൽ ഞാൻ ഇതിലിട്ട് വേവിക്കാൻ കഴിച്ചുള്ളത്. കായ കാരണം ഞാൻ വേവിച്ച് കാച്ചാറ പതിവ്. അപ്പോൾ
ഇടിച്ചപ്പോൾ മിളക് ഉണ്ടായില്ല. അപ്പം ഞാൻ കുറച്ച് മിളക് എടുത്തൊന്ന് ഇടിച്ചു, ഒന്ന് ചതച്ചെടുത്തു. ചതച്ചതുകൊണ്ട് കാച്ചണ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഒരു തുണ്ട് മിളകുണ്ട് ഇട്ട് കൊടുക്കാവുന്നു. കാശ്മീരി ചില്ലിയാണ് ചതക്കെടുത്ത് വെച്ച് നോക്കണം എൻ്റെ മോള്. അതിന് എരിവ് കുറയേ. ഇന്നത്തെ വീഡിയോയിൽ നല്ല പാത്രങ്ങളൊക്കെ കാണാം കേട്ടോ. അല്ലെങ്കിൽ അമ്മ ഒരേപോലത്തെ പാത്രങ്ങളിലല്ല വെക്കാറ്. എരിവൊക്കെ വേണം നല്ലോണം. നല്ലോണം ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല എരിവ് ഉണ്ടെങ്കിലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലേശം നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കാം. കായ വേണ്ട, പയറാണെങ്കിൽ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. കായ്ക്ക് തീ നേരം എന്തായാലും രസം ഉണ്ടാവും. ഒരു മഞ്ഞപ്പൂവും പൊടി വിഴുമ്പിന്റെ പോലെ ഇതാവില്ലേ കടിക്കുന്നത് പറയുന്നത്. ഇല പൊട്ടിക്കാൻ പോയിക്കാം. അപ്പോൾ നമ്മുടെ പയറിപ്പേര് റെഡിയായി വന്നിട്ടാ. ഇത്തിരി നേരം ഞാൻ തുറന്ന് വെച്ചൊന്ന് ആക്കി. അധികം അങ്ങനെ വെന്ത് കുഴയാൻ പാടില്ല. അങ്ങനെ ഇത്തിരി ഉപ്പേരിയായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു തുണ്ട് വെള്ളം ഉണ്ടാവും. വെള്ളമൊക്കെ വറ്റി ക്ലീനാക്കി. അപ്പോൾ നല്ല പയറുപ്പേരി കായും, പയറുപ്പേരി അല്ല പയറും കായും ഉപ്പേരി റെഡി. അപ്പോൾ നമ്മുടെ അഗസ്ത്യ ചീര നമുക്ക് കുക്ക് ചെയ്തെടുത്താലോ. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേ നമ്മൾ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മിളക്, അതായിരിക്കും ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ ഉപ്പേരികളൊക്കെ ഈ ചതച്ച മിളകിൽ കാച്ചണതാണ് കേട്ടോ ഇഷ്ടം. ചതച്ച മുളക് കൂടി ഇല്ലാത്ത കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കാശ്മീരി ചില്ലി അതായി കറുത്തിരിക്കുന്നു. അപ്പോൾ നന്നായി പൊടിയുമ്പോഴാണ് നല്ല ചുവപ്പ കളർ വരുള്ളൂ. ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ കാശ്മീരി ചില്ലിയുടെ മുഴുവൻ മുളക് കാണുമ്പോൾ ഇത് ഭയങ്കര കളർ വരുന്നുണ്ടല്ലോ. ഇത് കറുത്തിട്ടാണ് സാധാരണ ഇരിക്കുന്നു. ഒരു കറുപ്പരാശിയാണ് ഇനി പാത്രത്തിൽ ഇത് കൊള്ളുകയാവോ. അപ്പോൾ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിയുടെ നല്ല നല്ല മുളക് പൊടി ഒരു ലേശം, തീരെ എരിവുണ്ടാവില്ല അതിന്. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കാശ്മീരി ചില്ലി ഒരു തുണ്ട് ഇട്ടണ്ട് കൊടുക്കാം. രണ്ടും കൂടി നല്ല കളറാവും. അല്ലെങ്കിൽ പൂവും വെള്ള ഒക്കെ ആകുമ്പോഴേ
നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളി മൂപ്പിക്കുന്നതിൽ നല്ല കാര്യമുണ്ട്, ടേസ്റ്റ്. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചീരനരിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചീരയല്ല, ചീരപ്പൂ. ചീര അരിയിട്ട് കൊടുക്കാം. കുന്നീരല പോലെയായിട്ട് ഇരിക്കുന്നേ, കുന്നിക്കുരു ഇല്ലേ, കുന്നിക്കുരു, അതിൻ്റെ ഇടയിൽ ശരിക്കും ഇങ്ങനെയാണ്. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ചിടാം. അപ്പോഴേ അതതിലേക്ക് ഇടുന്നിങ്ങനെ ഒന്ന് ആവി തട്ടുമ്പോഴേക്കും അതൊന്ന് അവിഞ്ഞ് ഇതാവും. ബാക്കി നമുക്ക് നമ്മുടെ നാളികേരം കേട്ടോ, അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. വേണ്ട, ഒന്ന് വാടിയപ്പോൾ വേണ്ട, ഇങ്ങനെ എനിക്ക് ഇളക്കാൻ നല്ല സൗകര്യം. ഒന്നൊരു തിരി നേരം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോഴേ പണി കഴിഞ്ഞ് വരുന്ന, അതായത് നമ്മുടെ മണ്ണിൻ്റെ മക്കൾ, അവർ ആദ്യ കാലം തൊട്ട് തന്നെ അവർ മണ്ണിൽ പണിയെടുക്കും. ഇവിടെ അച്ഛനും ഉൾപ്പെടെ എല്ലാവരും കേട്ടോ, ജോലിക്ക് വരുന്നവരൊക്കെ. അവർക്കും നമുക്ക് കുറച്ച് ചീരക്കറി കൊടുക്കണം. കാരണം അവരും കഴിക്കട്ടെ, അവരാദ്യമായിട്ട് കഴിക്കുന്നതോ ഇങ്ങനെ എന്തെന്ന് ചോദിക്കാമല്ലോ. പിന്നെ അവരാദ്യകാലം തൊട്ട് തന്നെ ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരാണ് ശരിക്കും മണ്ണിൻ്റെ മക്കൾ. അപ്പോൾ അവർക്കുള്ള ഒരു കറി വേണ്ടി ചീര ഉച്ചയ്ക്ക്. ഇനി എന്തെങ്കിലും ഒരു ചാറ് വയ്ക്കണം. ചാറ് ഞാൻ ബീഫ് ഇരിക്കുന്നുണ്ട്, അതിങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങിട്ട് വെച്ചാലോ എന്ന് ആലോചിക്കുന്നു. പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, ഉപ്പേരിയുണ്ട്, കാലത്ത് ഉപ്പേരിയിൽ ബാക്കിയുണ്ട്, പിന്നെ മീൻചാറ് കുറച്ച് ബാക്കിയുണ്ട്, പിന്നെ ഈ ചീരക്കറി ഇപ്പം ആയിട്ടുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കറിയും കൂടി ചാറ് പോലെ ആക്കി കഴിഞ്ഞു. ബീഫ് ഇത്തിരി ഉരുളക്കിഴങ്ങിട്ട് ചാറ് പോലെ ആക്കിയാൽ അത് മതിയാവും അവർക്ക്. അതാവുമ്പോൾ ഇഷ്ടമാവും ചെയ്യും. അങ്ങനത്തെ കഴിക്കാനാണ് ഇത്തിരി അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതുള്ള കാരണം കേട്ടാ, അല്ലെങ്കിൽ പിന്നെ പരിപ്പ് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അവർക്ക്. അപ്പോഴേ ഇറച്ചിയൊക്കെ ഇത് മുക്കിയെടുത്തു കൂട്ടാ, ഞാൻ കഴുകിയൊക്കെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടങ്ങോട്ട് ഒന്ന് തിരിയണം. എന്നിട്ട് അങ്ങോട്ട് വെച്ച് അതിലേക്കുള്ളതൊക്കെ പോരാത്തതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണ്ട. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കറിയാക്കുമ്പോൾ റോസ്റ്റ് ചെയ്യല്ല, കറിയാക്കാം. അപ്പം അതൊന്ന് നന്നായി ഒന്ന് തിരുമ്മ. മൂടി അതിൻ്റെ കത്തിക്കുക. ഇറച്ചിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ പുസിക്കുട്ടന്മാർക്ക് കുറച്ച് കൊടുക്കാം. അവർ അതിക്രമിച്ച് കയറി തുടങ്ങി അടുക്കളയിലേക്ക് വെച്ചിട്ട് അവർക്കാകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തേ ബീഫ് പറ്റണില്ലേ? ഒരു ഇഷ്ടക്കുറവ് മണിയെ
കഴിച്ചടാ കരിമണ്ടിയെ. അതെ ഇതേ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ചൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. അധികം അങ്ങനെ കിടന്നാണ്ട് വേറണ്ടേ. ഇതിനെ നമുക്ക് കാച്ചിയെടുത്താലോ. അപ്പോൾ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേപ്പില, സബോള, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചിയുടെ പേസ്റ്റ് ആട്ടോ അത്. കുറച്ച് മുളക് പൊടി, കുരുമുളകൊക്കെ നമ്മൾ ഇട്ടതല്ലേ, എന്നാലും മുളകും പൊടിയൊക്കെ ഇത്തിരി വേണം. ഇത്തിരി മുളകും പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും നല്ല എരിവൊക്കെ ഉണ്ടെങ്കിലല്ലേ. ഇങ്ങനെ ഇറച്ചിയാവുമ്പോഴേ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എരിവൊന്നും ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ബാക്കി കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ട്, കഴിഞ്ഞു, അതുള്ളൂ. ഇനി ഉണ്ടാവും, എവിടെ ഇരിക്കുന്നെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത് കൊള്ളാവോ. ചീനച്ചട്ടി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്തതെന്നാണല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇരിക്കുന്ന കാണുന്നത് എടുക്കും ഞാൻ. പിന്നെ വേറെ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടാവും അവിടെ. കണ്ടുപിടിക്കാത്തിരി മൂള എവിടെ വെച്ച് നോക്കണം, എല്ലാം തുറന്ന് നോക്കണം. ആളുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് തരും കൊടുക്കണം. ശരിക്കും പറയണേ കൊണ്ടില്ല കേട്ടാ, കുറച്ച് ബാക്കിയായി. ഒന്ന് തിളച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. വേറെ എനിക്ക് പകർത്തണമെങ്കിൽ പകർത്താം. കുത്തറും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വേറെ ചീഞ്ചട്ടി കേട്ടാ. അപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. അപ്പം എനിക്കിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കതിൽ നല്ല ആയാസമായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അത് നല്ല ചട്ടീൻ്റെ ആയിട്ടാണോ അമ്മ അതിൽ വെച്ചതെന്ന് ചോദിക്കും ചിലപ്പോൾ അല്ലേ. അന്വേഷിക്കേണ്ട മടിയായിരുന്നു കേട്ടോ. ഒന്ന് നന്നായി തിളക്കട്ടെ. അപ്പം എൻ്റെ കറികളൊക്കെ റെഡിയായി. ചോറിനാൻ തന്നെ നേരമായി. 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ വരും. അപ്പോഴേക്കും ഇത് നല്ലവണ്ണം തിളക്കി. അപ്പോൾ ഞാനേ ഇന്നത്തെ ചോറ് ഉരുളക്കിഴങ്ങ് മാത്രം പരത്തി എടുത്തിരിക്കുക ഞാൻ ബീഫിലത്തെ. പിന്നെ പയറുപ്പേരി, അച്ചാറ്, പിന്നെ നമ്മുടെ ചീര, അഗസ്ത്യ ചീര, ഇതൊക്കെയാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ ആത്തച്ചക്ക കണ്ട, ആത്തച്ചക്ക ഏതാ പൊട്ടിക്കാൻ പോണു മോള്? ആ അത് നല്ലതാട്ടാ, നല്ല മൂത്തതാ. പഴുത്ത് വരുന്നില്ലേ? അയ്യോ, ഒരു കൊല പോന്നൂല്ലേ ചേൻ്റെ അവിടുന്ന്. അത് പൊട്ടിച്ചോ മോനെ, ഇതായിരിക്കും പറഞ്ഞു. കിട്ടിയതാട്ടാ കൊക്കോപ്പഴം പഴുത്തത്. ഹായ്,
അയ്യോ കുരുവിനാണ് കാശ്, നല്ല കാശുണ്ടെന്നതിന് കുരു കൊടുക്കാൻ പറഞ്ഞിട്ട് ആൾക്ക് അവർക്ക് ഉപകാരമുള്ളതാണേ. അത് നോക്കട്ടെ, പച്ചിൻ്റെ ഇവിടെ ഒരു കാര്യമില്ലാത്തത്. മിണുങ്ങാട്ട നല്ലത്. ഇതിൻ്റെ മുകളിലുള്ള നല്ല പഴുപ്പായിടും മോനെ. എന്നിട്ട് പറയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തലെടുക്കും. ഇത് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടാ. പിന്നെ നല്ല രസമാണ്. മതി നിർത്തി. അപ്പോൾ അതെ അച്ഛൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, അച്ഛൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ മണ്ണമ്പട്ടയ്ക്ക് നാളെ കാലത്ത് അച്ഛൻ കിടന്നെ വരും കേട്ടാ. അപ്പോൾ ഒരു കിടക്കിയ ഇരിക്കട്ടെ. അപ്പോൾ അവിടെ അച്ഛൻ്റെ കിടക്കൊക്കെ മോശമായിട്ടിരിക്കല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ബിനുവേട്ടൻ്റെ വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഇറക്കണം. ഇറക്കാത്തിരി ടാസ്ക്കാണ്. വലിയ കിടക്കണേ മടക്കി വെച്ചിട്ട് മടക്കുമ്പോൾ അതൊരു ചെറുതാ. നിവർത്തി കഴിഞ്ഞാൽ പിന്നെ അത് മടക്കാനും പറ്റില്ല. അങ്ങനത്തെ അപ്പം നമുക്കത് എടുക്കാലോ ഉണ്ണിയെ. അപ്പോൾ പിന്നെ പിടിക്കില്ല. അങ്ങനെ ഇത് പൊന്തിക്കാനൊക്കെ ഭയങ്കര പാടാ. നിരക്കി കൊണ്ടുപോവാ. നല്ല ഇരുട്ടായിട്ടാ. വണ്ടിക്കാരതുവരെ വന്നിട്ടില്ലേ. അത് കാരണ നിൽക്കണ കിടക്കൊക്കെ കൂടെ എടുത്തു വെച്ചിട്ട്. ലൈറ്റ് ഇട്ടു നമ്മുടെ വലിയ ലൈറ്റ്. ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളാണ്. ലൈറ്റ് വന്നു കിടക്കാനത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സുദർശനത്തിലേക്ക് നിന്ന് നമ്മൾ നമ്മുടെ മണ്ണമ്പട്ടയിലേക്ക് പോവാട്ടാ. അപ്പോൾ അത് നമ്മുടെ സാധാ ഓട്ടർഷേട്ടാ ബിനുവേട്ടൻ നമ്മുടെ കായൊക്കെ കൊണ്ടുവരില്ലേ, കടയിലേക്ക് വരില്ലേ ബിനുവേട്ടൻ. കെട്ടണ ബിനുവേട്ടാ, കെട്ടണ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടാ. ബിനുവേട്ടൻ അഴിച്ചെടുക്കാണ്. എവിടെ വെക്കുക ചേട്ടാ? അവിടെ വെച്ചോ, അവിടെ നമുക്ക് എടുത്തുകൊണ്ട് വെക്കാം. അവിടെ വെച്ചാൽ മതി പിന്നെ കേട്ടോ. അപ്പുറത്തേക്ക് ചാരി ചേട്ടാ, അപ്പുറത്തേക്ക് ചാരി. അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ മണ്ണമ്പട്ടയിലത്തെ വീട്ടിലെത്തി. അപ്പോൾ ചോറൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടല്ലോ, ഒന്നും ചെയ്യണ്ട. കുളി വരെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മോളുടെ അടുത്തുനിന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതുവരേക്കും ടാറ്റാ ബൈ.